അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിലേക്ക് വരാം. ഇതിൽ ചോദ്യം ലെഫ്റ്റ് സൈഡിൽ പറയുന്നുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ ചർച്ച ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 1, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വേഗം പറയാം, എല്ലാ സ്റ്റെപ്സും ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത്. K is a real number and the product of the roots, then the product of the roots and let alpha comma beta be the roots. Alpha into beta product is given by എന്താ C by A. ഇവിടെ C എന്താണ്? C is mod K. And what about A? A എന്നാണ് coefficient of x square, that also mod K. So that is equal to 1. Product of the roots is equal to 1. Option D. രണ്ടാമത്തെ ചോദ്യം, the number of real roots of this equation, ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. പെട്ടെന്ന് പറയാവുന്നത് വേഗം പറയാം. mod x minus 1 mod x minus 2 is equal to 0. അങ്ങനെയാണെങ്കിൽ mod x is equal to എന്താ 1, mod x is equal to 2 or mod x is equal to, അങ്ങനെയാണെങ്കിൽ x is equal to plus or minus 1 and x is equal to plus or minus 2 അല്ലേ. So that means how many solutions? There will be 4 real solution. മൂന്നാമത്തെ ചോദ്യം, for the equation 3x square plus px plus 3 equal to 0, if one of the roots is the square of the other, alpha and alpha square be the roots. ഒന്നൊന്നിൻ്റെ സ്ക്വയർ ആണ്. Sum of the roots എന്താ alpha square plus sum of the roots alpha plus alpha square, that is equal to minus b by a, that is equal to minus p divided by 3. What about their product? Product is alpha into alpha square, that is equal to c by a, that is equal to 3 by 3. അപ്പോൾ 1 ആയില്ലേ. So that means alpha cube is equal to 1. അങ്ങനെയാണ് ആൽഫ എന്താ alpha is equal to 1 raised to 1 by 3. അതിൻ്റെ വാല്യൂസ് എന്താ 1 omega square. ഇവിടെ ഓൾറെഡി ചോദ്യത്തിൽ പറഞ്ഞിട്ട് 1 root is a square of the other. One can be omega, the other can be omega square. Right, that means ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Omega plus omega square is equal to minus p by 3. What is 1 plus omega square? That is equal to 0. That place omega plus omega square is equal to what? Minus 1. So minus 1 is equal to minus p by 3 or p is equal to 3. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, question number 4. If ഒരു വലിയ ചോദ്യമാണ്, if a1 വലിയ ചോദ്യമാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു എളുപ്പവിദ്യ ഉണ്ടാവും, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. if 1 a1 a2 etc an minus 1 are nth root of unity, ഇവിടെ മുതൽക്ക് ഇവിടം വരെ n minus 1 ഒന്നും കൂടി, അപ്പം ഇതെല്ലാം കൂടി n റൂട്ട്സ്, ആകെ n റൂട്ട്സ് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 1 minus a1 into 1 minus a2 into 1 minus a3 etc 1 minus an minus 1ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതൊഴികെയുള്ളത് nth റൂട്ട്, നമുക്കൊരു തേർഡ് റൂട്ട് എടുക്കാം. കൺസിഡർ ദി ഇക്വേഷൻ, അല്ലെങ്കിൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 raised to 1 by 3. റൂട്ട്സ് ഏതൊക്കെ 1 ഉണ്ട്, ഒമേഗ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ഇവിടെ ഈ ഒമേഗയ്ക്ക് ഇതാണ് 1 a1 a2 എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 മൈനസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് 1 മൈനസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഫാക്ടറൈസ്, എക്സ്പാൻഡ് ചെയ്യുക, ഒമേഗ ക്യൂബ്, ഇത് 1 മൈനസ് മൈനസ് 1 പ്ലസ് 1 3 ആയി. ക്യൂബ് റൂട്ട് ആണെങ്കിൽ 3, അങ്ങനെയാണ് nth റൂട്ട് ആണെങ്കിൽ എന്താ n അല്ലേ. വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം, ഒന്നും കൂടി ചെക്ക് ചെയ്യുക, ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുക, പർട്ടിക്കുലർ കണ്ടീഷൻ. എക്സ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1 raised to 1 by 4. ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റ് ഏതൊക്കെ 1 ഉണ്ടാവും, മൈനസ് 1 ഉണ്ടാവും, ഐ ഉണ്ടാവും, മൈനസ് ഐ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് a1 ചോദിച്ചിരിക്കുന്നത്, അത് a1 ഇത് 1 a1 a2 a3. അങ്ങനെയാണ് വാട്ട് ഈസ് 1 മൈനസ് a1 ഇൻറ്റു 1 മൈനസ് a2 ഇൻറ്റു 1 മൈനസ് a3 എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് മൈനസ് 1 into 1 minus i into 1 plus i. This is 2 into 1 minus i square. 2 into 2, that is equal to 4. അപ്പോൾ ഫോർത്ത് റൂട്ട് ആയപ്പോൾ 4, തേർഡ് റൂട്ട് ആയപ്പോൾ 3. അങ്ങനെയാണ് nth റൂട്ടിൻ്റെ കേസ് എന്താ, വാല്യൂ വിൽ ബി ഈക്വൽ ടു n. അഞ്ചാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. If alpha are irrational,
റൂട്ട്സ്. ഇവിടെ ചോദ്യത്തിന് ചെറിയ പ്രശ്നമുണ്ട്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. കാരണം എ ബി സി റിയൽ നമ്പർ റാഷണൽ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എ ബി സി ഇത് ഏതായിരിക്കും? ചെറിയ ചെറിയ ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സൊക്കെ ഉണ്ടാവും. അത് ഏത് സാധാരണ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ എറേഴ്സും ജെയിൻ്റെ മെയിൻ അഡ്വാൻസിൽ വരെ എറർ വരണം. പിന്നെയല്ലേ, അതുകൊണ്ട് അത് സാധാരണ അത് വലിയ കാര്യമാണ്. നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. ആൽഫ ആൻഡ് ബീറ്റ ഇറാഷണലാണ്. ഇറാഷണൽ റൂട്ട്സ് എപ്പോഴും ഉണ്ടാവുക? ഇറാഷണൽ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഇസ് നോട്ട് എ സ്ക്വയർ നമ്പർ. കഴിഞ്ഞ ക്ലാസ്സല്ല നമ്മൾ ഇതിൻ്റെ തിയറി ഡിസ്കഷനിൽ അല്ലേ, തിയറി ഡിസ്കഷനിലല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, അത് കോംപ്ലക്സ് അല്ല, തിയറി ഡിസ്കഷനിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്ത് സ്ക്വയർ നമ്പർ വരുന്നത് 36, 49 ഒക്കെ എക്സാമ്പിൾ എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സ്ക്വയർ നമ്പർ അല്ലാത്തതിന് ആയിട്ടില്ലെങ്കിൽ ഇറാഷണൽ നമ്പർ. എപ്പോഴും ഇറാഷണൽ റൂട്ട്സ് എങ്ങനെ വരിക? അത് കംസ് ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. കോൺജുഗേറ്റ് പെയർ ആയിട്ടാണ് വരിക. കാരണം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇവിടെ ഒരു ഇതുണ്ടാവും, ഡിവൈഡ് ബൈ 2a. ഒന്ന് മൈനസ് ബി പ്ലസ് റൂട്ട്, മറ്റേത് മൈനസ് ബി മൈനസ് റൂട്ട്. എന്താ സേർഡ് എന്ന് പറയുന്നത്? റൂട്ട്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഒക്കെ. അപ്പം കോൺജുഗേറ്റ് സേർഡ് ആയിട്ട് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം. f of x is a quadratic expression which is positive for all real x എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. വളരെ ശ്രദ്ധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ ചോദ്യത്തിന് വേണ്ടി വന്നോളണം എന്നില്ല, പക്ഷേ നമുക്ക് മറ്റു ചോദ്യങ്ങൾ ചെയ്യാൻ ആ കോൺസെപ്റ്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിങ് വാല്യൂ വൈ എപ്പോഴും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ നെഗറ്റീവ് ആവില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വിൽ ബി എബവ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൻ്റെ എത്രയും മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസിനെ തട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നോ റിയൽ സൊല്യൂഷൻ. ഇതേപോലത്തെയാണ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ 0, ഗ്രാഫ് എന്തായിരിക്കും? ഈ രൂപത്തിലായിരിക്കും. അപ്പോഴും എന്താ? നോ റിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയുന്നതെങ്കിൽ ഈ രൂപത്തിലായിരിക്കും. 0 മുതൽക്ക്, ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് റൂട്ട്സ് ഓർ ഈക്വൽ റൂട്ട്സ്. ഓക്കെ, ഇങ്ങനെയാവും, അത് അങ്ങനെയാവാം, അല്ലെങ്കിൽ ഈ രൂപത്തിലാവാം, താഴത്തേക്കാവാം കർവ്. റൈറ്റ്. സോ ഇനി ഈ രൂപത്തിലാണെങ്കിലോ രണ്ടും അല്ലാത്ത രൂപമാണിത്. അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അങ്ങനെയാവാം, ഇങ്ങനെയാവാം, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. സോ വി കം ബാക്ക്. എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ റിയൽ ഇക്വേഷൻ, നോ റിയൽ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു റീസൺ ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഗ്രേറ്റർ ഇസ് ലെസ് ദാൻ, നോ റിയൽ, ലെസ് ദാൻ 0. ഇതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാലും സെയിം ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ. എക്സ് ആക്സിസിനെ തട്ടുന്നില്ല റിയൽ. ചിലപ്പോൾ അതിവിടെ ആവശ്യം വന്നേക്കാം, വരാതിരിക്കാം, എന്തായാലും ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് എ ക്വാഡ്രാറ്റിക്. എഫ് ഓഫ് എക്സിനെ വിളിക്കാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അങ്ങനെ ജി ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്നതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2ax പ്ലസ് ബി പ്ലസ് എഫ് ഡബിൾ ഡാഷ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2a. ഇതിനെ ഒന്ന് ഒതുക്കി എഴുതിയാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു എക്സ് സ്ക്വയർ ടേമും എക്സിൻ്റെ അകത്ത് 2 ടേം ഉണ്ട്, ബി പ്ലസ് 2a പ്ലസ് സി ബി 2a. ഓർഡറിൽ എഴുതിയാൽ 2a, അങ്ങനെ ഓർഡറിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ നേച്ചർ, ഈ ഗ്രാഫിൻ്റെ നേച്ചർ എന്താണ്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എക്സ് ആക്സിനെ തട്ടുന്നില്ല. എക്സ് ആക്സ് മുതൽക്ക് ഈക്വൽ റൂട്ട്സ്, നോ റിയൽ റൂട്ട്, ഈക്വൽ റൂട്ട്സ്, പക്ഷേ താഴത്തേക്കാണ്, നോ റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് നേച്ചർ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് പരിശോധിക്കാം. ഈ കേസിൽ വി ആർ ലുക്കിംഗ് വാട്ട് ഇസ് ബി സ്ക്വയർ മൈനസ് 4ac. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി പ്ലസ് 2a ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ, ചെറിയ എ, സി കോൺസ്റ്റൻറ്റ് പാർട്ട്. എന്താ കോൺസ്റ്റൻറ്റ് പാർട്ട്? 2a പ്ലസ് ബി പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ്
4ab plus 4a square minus 8a square minus 4ab minus 4ac. ഇത് പോയി. സോ ബി സ്ക്വയർ മൈനസ് ഇത് മൈനസ് 4a സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 4a സ്ക്വയർ. എന്ത് ചെയ്യും? തന്നതെന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതിൻ്റെ സൈന് കിട്ടിയാൽ മതി നമുക്ക്. പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞ പാർട്ട്. യെസ്, എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവാണ്. ഈ പാർട്ട് നെഗറ്റീവാണ്. ഇത് അതെടുത്തിട്ട് നമുക്ക് ഇവിടെ പ്രയോഗിക്കാം. ഈ പാർട്ട് നെഗറ്റീവാണ്. ഇത് ഓൾറെഡി നെഗറ്റീവാണ്. Therefore this is negative. That means b square minus 4ac is always negative. Roots are real. Roots are roots of this particular equation is not real. എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിനെ എവിടെയും ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ രണ്ട് ചാൻസസ് ഉണ്ട്. എന്താ ചാൻസ്? ഒന്നുകിൽ ഈ ജി ഓഫ് എക്സിനെ പറ്റി ഞാൻ പറയാം. ഒന്നുകിൽ ഇങ്ങനെയാവാം, അല്ല ഇങ്ങനെയാവാം. ഏതായിരിക്കും? അവിടെയാണ് പ്രശ്നം. ഈ രൂപത്തിലാണെങ്കിൽ ഐ ക്യാൻ ക്ലെയിം ദാറ്റ് ഇറ്റ് ഇസ് എ ഇസ് ദ ആൻസർ. ഈ രൂപത്തിലാണ്, ഇത് രണ്ടാമത്തെ രൂപത്തിലാണെങ്കിൽ ഡി ആണ്. എന്തായിരിക്കും? എന്താണ്ടാവും? നമുക്ക് പരിശോധിച്ച് നോക്കാം. അവിടെ എ ബി സി. എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നുവാ ഈ ഫോമാറ്റിൽ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിംഗ് അപ്വേർഡ്സ് ലീഡിങ് കോയിഫിഷ്യൻ്റ് പോസിറ്റീവാണ്. എ പോസിറ്റീവാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ. എന്നാൽ ഓപ്പണിംഗ് അപ്വേർഡ്സ് ലീഡിങ് ടേം പോസിറ്റീവാണ്. എ പോസിറ്റീവാണ്. ഇവിടെ അതേ എ തന്നെ ഇവിടെ വരുന്നത്. ആ എ പോസിറ്റീവ് ആയതിനെക്കൊണ്ട് ദ ഗ്രാഫ് വിൽ ബി ഇൻ ദിസ് ഫോം. ഓപ്പണിംഗ് അപ്വേർഡ്സ് വിതൗട്ട് ടച്ചിങ് എക്സ് ആക്സിസ്. സോ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി ചോദ്യം 6 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ല, അത് 6 ആണ്. 7 ഈ 2 ഇക്വേഷൻസ്. ഇത് എത്ര സൊല്യൂഷൻ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് what you can do is that squaring both sides. So x plus 1 plus x minus 1 minus 2 times root of x square minus the a minus the whole square ചെയ്ത് രണ്ട് ഭാഗവും is equal to 4x minus 1. ഇവിടെ 2x minus 2 into root of x square minus 1 or 2x minus 4x plus 1 is equal to 2 into root of x square minus 1. This is equal to 1 minus 2x is equal to 1 minus 2x is equal to 2 into root of x square minus 1. ഇതൊന്നും കൂടി സ്ക്വയർ ചെയ്യുക, സിംപ്ലിഫൈ, you will get the answer directly. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. Alpha and beta are the roots of this equation. Then alpha square. What is alpha plus beta? Minus b by a എന്ന് പറഞ്ഞാൽ minus 3 by a. Alpha beta product of the root, that is equal to 2 by a. When asked to find alpha square by beta plus beta square by alpha, ഇത് സാധാരണഗതിയിൽ NCERT-യിൽ 10ാം ക്ലാസ്സിൽ 10th ചോദ്യമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതല്ലോ. ആൽഫ ക്യൂബ് LC എടുത്ത് കഴിഞ്ഞാൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ഇതിൻ്റെ അകത്തേക്ക് ഈ minus 3 by a whole square whole cube minus 3 into alpha beta 2 by a alpha plus beta minus 3 by a divided by alpha beta 2 by a. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക, LC എടുത്തിട്ട് സിംപ്ലിഫൈ, യു വിൽ ഗെറ്റ് ദ ആൻസർ ഇസ് ലെസ് ദാൻ. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫ്രം ദാറ്റ്. Probably it may be less than, or negative value ആവാനാണ് സാധ്യത, നെഗറ്റീവ് വാല്യൂ ആണ് less than 0. Probably most probably it will be a negative value, and in that case answer will be, കാരണം ഇവിടെ ക്യൂബ് 27 ഇവിടുത്തെ പോസിറ്റീവ് ആവും, ഇത് വലുതാവും. So obviously the total value will be negative, so the answer will be less than 0. ചോദ്യം 9.
Question number 9. If b is greater than 0 and x minus a into x minus b minus 1 equal to 0 has both roots in the interval, ഇതിൻ്റെ രണ്ട് റൂട്ട്സും ഏത് ഇൻ്റർവെല്ലായിരിക്കും? ഇതിൻ്റെ റൂട്ട്സ് തൽക്കാലം ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി മൈനസ് 1 ഈക്വൽ ടു 0. ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്ക് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി മാത്രമാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. ഇത് എയും ബിയും -1 ഉള്ളതിനെ കൊണ്ട് കുറച്ചുകൂടി ഈ ഗ്രാഫ് ഒന്ന് താഴത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ പോവും. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ചിലപ്പോൾ മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട്സ് ഏത് ഇൻ്റർവെല്ലാന്ന് പറഞ്ഞു. വാട്ട് ഇസ് എഫ് ഓഫ് എ? -1. എഫ് ഓഫ് ബി 0 മൈനസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ b രണ്ട്, if b greater than a then the equation has ഗ്രാഫ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സീറോസ് എയും ബിയും അല്ല, എയും ബിയും വേറെ എവിടെയെങ്കിലും ആവാം. പക്ഷേ എഫ് ഓഫ് എ നെഗറ്റീവാണ്. ഇത് എ, ഇത് എഫ് ഓഫ് എ. എഫ് ഓഫ് ബിയും നെഗറ്റീവാണ്. ഇത്രയാണ് അത് എഫ് ഓഫ് ബി. അതിൻ്റെ വാല്യൂസ് നമുക്ക് വേണ്ട, ഞാനവിടെ എഴുതിയാണ്. രണ്ടും നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഗ്രാഫ് ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. രണ്ടും നെഗറ്റീവാണ്. ഇത് എ, ഇത് ബി എന്ന് പറഞ്ഞാൽ ഈ റൂട്ട്സ് എവിടെ? ഇതൊരു റൂട്ട്, ഇത് മറ്റൊരു റൂട്ട്. അത് ഏത് റേഞ്ചിൽ കിടക്കുന്നു? one root lie in this region. ഏതാണ് ആ region? -infinity to a, and the other one lies in this region. Where are, what is that? b to infinity. So option D is the correct answer. ഒന്നുകൂടി പറയാം. എഫ് ഓഫ് എ എഫ് ഓഫ് ബിയും കണ്ടപ്പോൾ രണ്ടും എയും ബി, ആ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് അല്ല എയും ബി, അതുകൊണ്ടാണ് അത് ഇവിടെ എയും ബി എടുക്കാതിരുന്നത്. രണ്ടും നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് x² ആണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് അപ്വേർഡ്സ്, അതുകൊണ്ട് അങ്ങനെ എടുത്തത്. ഇല്ലെങ്കിൽ ഓപ്പണിംഗ് ഡൗൺവേർഡ്സ് എടുക്കണം ഞാൻ. ഓക്കെ, അങ്ങനെ എടുത്താൽ അത് കിട്ടില്ല. കാരണം ഓപ്പണിംഗ് ഡൗൺവേർഡ്സ് ആകുമ്പോൾ എന്താ പ്രശ്നം? രണ്ടും പോസിറ്റീവാണ് വരുന്നത്. അതല്ല കണ്ടീഷൻ, രണ്ടും നെഗറ്റീവാണ് വരുന്നത് അല്ലേ? സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ കണ്ടീഷൻ. ദാറ്റ് മീൻസ് വൺ റൂട്ട് ലൈ ഇൻ ദിസ് റീജിയൻ ആൻഡ് അതർ റൂട്ട് ഇൻ ദ അതർ റീജിയൻ. 10ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. Alpha and beta are the roots of this, and gamma and beta are the roots of the other thing. So alpha plus beta is equal to 1. 1 എന്ന് പറഞ്ഞാൽ minus b by a. Alpha beta is equal to p. Gamma and delta are this. Gamma plus delta 4 അങ്ങനെ minus b by a. Gamma delta is equal to q. Alpha, beta, gamma and delta are in GP. So let the common ratio is equal to R എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫ ബീറ്റ ജി പിയിലാണ്, പ്ലസ് അതിൻ്റെ കോമൺ റേഷ്യോ R ആണെങ്കിൽ ആൽഫ കോമ ബീറ്റ കോമ ഗാമ കോമ ഡെൽറ്റ. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ആൽഫ R, ഗാമ എല്ലാം R, കോമൺ റേഷ്യോ ആൽഫ ഇൻറ്റു R² ആൻഡ് ആൽഫ ഇൻറ്റു R³ എന്ന് എഴുതാം. ആൽഫ പ്ലസ് ആൽഫ R ഈക്വൽ ടു 1. ഇതേപോലെ ഇതെന്തായിരിക്കും? ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു R³ is equal to 4, relation number 2. സോ ആ 2നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 divided by 1. Alpha R into
ആൽഫ ആർ സ്ക്വയർ പുറത്തെടുക്കാം. 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ആൽഫ പുറത്തെടുക്കാം. 1 പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 4/1. ആൻഡ് വി ക്യാൻ ക്യാൻസൽ ആൽഫ ആൽഫ പോവും, ഇതും ക്യാൻസൽ ആവും. സോ വാട്ട് റിമെയിൻസ് ഇസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. കോമൺ റേഷ്യോ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. പ്ലസ് ഓർ മൈനസ് 2. ഇനി ആൽഫ ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 2 ആണെങ്കിൽ കേസ് 1 ആർ ഈക്വൽ ടു 2 ആണെങ്കിൽ ആൽഫ പ്ലസ് 2 ആൽഫ ഇസ് ഈക്വൽ ടു 1, ആൽഫ ഇസ് ഈക്വൽ ടു 1/3. രണ്ടാമത്തെ കേസ് ആൽഫ ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ -2 ആണെങ്കിൽ ആൽഫ പ്ലസ് -2 ടൈംസ് ആൽഫ ഇസ് ഈക്വൽ ടു 1 ഓർ ആൽഫ ഇസ് ഈക്വൽ ടു -1. ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട് കണ്ടീഷൻ? യെസ്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് integral value of p. ആൽഫ ബീറ്റ അങ്ങനെയാണെങ്കിൽ what is beta? What is beta? ഈ കേസിൽ ആൽഫ is equal to 1/3 ആണെങ്കിൽ what is beta? ആൽഫ ബീറ്റ is equal to ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ എന്താണ്? ബീറ്റ is equal to ആൽഫ into that is equal to 2/3. And what is p? P is equal to 1 alpha beta. അല്ലേ? That is equal to it's not an integer, അതുകൊണ്ട് തള്ളിക്കളഞ്ഞു. അടുത്ത വാല്യൂ എടുക്കാം. When alpha is equal to -1, beta is equal to അതാണ് -1 into 2, that is equal to -2. Therefore p is equal to alpha beta ഇതിൻ്റെ product 2. p is equal to 2 കിട്ടി. എവിടെ 2? p is equal to 2. എവിടെ എറർ വന്നിട്ടുണ്ടല്ലോ? ആൽഫ is equal to -1. ഓക്കെ, ആൽഫ is equal to -1. ബീറ്റ is equal to എവിടെ നോക്കാം. ആർ is equal to -2 അല്ല ഇവിടെ -2. അപ്പോൾ അത് +2 -2. സോ പി is equal to -2. 1 -2 ഇതിൽ ഏതാണെന്നുള്ളതാണ് കേസ്. ക്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ ക്യൂ കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ എങ്ങനെയാണ്? വാട്ട് ഈസ് ക്യൂ? ക്യൂ ഇസ് നത്തിങ് ബട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ ആൽഫ ആൻഡ് ഗാമ. വാട്ട് ഈസ് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ. ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ പിയും ക്യൂവും. അപ്പോൾ ഈ കണ്ടീഷൻ എടുക്കാം. കണ്ടെടുത്ത് ആൽഫേൻ്റെ വാല്യൂ കൂടി ആൽഫ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഗാമ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആൽഫ ഇൻറ്റു ആർ ക്യൂബ് അല്ല ആർ സ്ക്വയർ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ ഡെൽറ്റ അതേപോലെ തന്നെ ആൽഫ ഇൻറ്റു ആർ ക്യൂബിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വിൽ ഫൈൻഡ് ആൽഫ ആൻഡ് ഗാമ ആൻഡ് പ്രോഡക്റ്റ് വിൽ ഗിവ് യു ദ വാല്യൂ ഓഫ് ക്യൂ. അത് എത്രയായിരിക്കും? -32 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 11. 11ാമത്തെ ചോദ്യത്തിലേക്ക് വിടാം. If the roots of the equation 12x square plus mx plus 5 equal to 0 are in the ratio alpha and beta are in the ratio 3:2. Okay, then the values of m. നമുക്ക് sum of the roots വെച്ചിട്ട് കണ്ടുപിടിക്കാം. alpha is equal to or beta is equal to 2 alpha divided by 3. Alpha beta is equal to 5/12. ആൽഫ ബീറ്റ എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓർ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -m/12. സോ ആൽഫ പ്ലസ് 2 alpha/3 is equal to -m/12. 3 alpha 5 alpha/3 is equal to -m/12. അല്ലേ? 5 alpha is equal to -m/12. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ വെച്ചിട്ട് നമുക്ക് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ ഇസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് 2 alpha/3, that is equal to 5/12. This will be
and therefore alpha square is equal to 5 by 8. Value എടുത്തിട്ട് so alpha is equal to root 5 divided by 2 root 2. Value എടുത്ത് ഇവിടെ substitute ചെയ്യുക, you will get the value of m. Directly ഇതിനകത്ത് ഏതെങ്കിലും ഒരു value. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, ആൽഫ ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get the value of alpha. ഓക്കെ, ഇവിടെ ബീറ്റേനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ആൽഫ എടുത്തിട്ട് ഇതിനകത്ത് ദാറ്റ് ഈസ് പ്രൊഡക്റ്റിംഗ് സമ്മ് യൂസ് ചെയ്യുന്നത്. Question number 2. Find the value of x satisfying 5 raised to 2x minus 5 raised to x plus 3 plus 125 is equal to 5 raised to x. It is the same as 5 raised to x whole square minus 5 raised to x into 5 raised to 3. 125 is equal to 5 raised to x. This is equal to 5 raised to x whole square minus 125 ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നും ഇങ്ങോട്ട് മൈനസ് പോരുകയും ചെയ്യും. സോ മൈനസ് 126 plus 125 is equal to 0. 5 raised to x indirect addition 5 raised to x capital X 5 raised to x minus 5 raised to x minus 1 5 raised to x. Raised to x minus 125 minus 5 raised to x minus 125 is equal to 0. 5 raised to x minus 1 into 5 raised to x minus 125 is equal to 0. ഇതിനകത്ത് സോൾവ് ചെയ്താൽ മതി. ഒന്നാമത്തെ പാർട്ട് 5 raised to x minus 1 equal to 0. That means 5 raised to x is equal to 1, x is equal to 0, 5 raised to x minus 125 ഞാൻ പറയണ്ടല്ലോ. So x is equal to 3 ആ പാർട്ട്. So 0,3. Question number 13. Question number 13. The number of real roots of 6 minus x whole raised to 4 plus 8 minus x whole raised to 4. Number of real roots is equal to 0. So, sorry, not 0, 16. Number of real roots. ഇത് രണ്ടും കോമൺ ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഒന്ന് 6, ഓക്കെ, ഒന്ന് 6 ഒന്ന് 8. അപ്പോൾ എന്താ 7 minus 1 minus x whole raised to 4 plus 7 plus 1 minus x whole raised to 4 equal to 16. 7 minus x common ആയിരുന്നു. 7 minus x minus 1 whole raised to 4 plus 7 minus x plus 1 whole raised to 4 is equal to 16. ഇവിടെ വേണമെങ്കിൽ 7 minus x y ക്യാപിറ്റൽ x എന്താക്കി എടുക്കാം. ക്യാപിറ്റൽ x minus 1 whole raised to 4 plus 7 minus x capital X plus 1 whole raised to 4 equal to 16. Binomial theorem result to make this 2 times what? 4c0 x raised to 4 plus 4c2 x square plus 4c4 when that is equal to 16. And the condition like that is so. What happens is that 2 times 4c0 x raised to 4 plus 6 times x square 6x square plus 1 is equal to 16, or x raised to 4 plus 6x square is equal to 8. Now 8 വരുമ്പോൾ minus 7 equal to 6. 2 അവിടെ ക്യാൻസൽ ചെയ്യും, 8 കൂടെ minus 7. This is x square product plus minus 7. അപ്പം x square plus 7 x square plus 7 into x square minus 1 equal to 0. Hello, that means x square is equal to minus 7 or x square minus 1 equal to 0. X square cannot be എടുക്കാൻ പറ്റില്ല. So x square is equal to 1, x is equal to plus or minus 1. ഈ ക്യാപിറ്റൽ x ആണ്. അതിൻ്റെ സ്ഥാനത്ത് ബാക്കിയുള്ളത് ചെയ്യണമെന്നില്ല, എന്നാലും ചെയ്യും. 7 minus x is equal to plus or minus 1. ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിന് 2 വാല്യൂസ് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. So the number of real roots is 2. The number of real roots, two real roots are there for this question. Question number 14, that is 1 plus k into tan square x minus 4 times tan x
minus 1 plus k equal to 0 has real roots tan x1 and tan x2. Then tan x1 ഉം tan x2 അങ്ങനെയാണെങ്കിൽ tan x1 and tan x2 എന്ത് ചെയ്യും? has real roots എന്ന് പറയുന്നത്. has real roots എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ this is a quadratic equation. It's a quadratic equation. ഇത് tan സ്ക്വയറിലുള്ള ഒരു quadratic equation ആണ്. tan xന് ചിലപ്പം നമ്മൾ tan xന് ക്യാപിറ്റൽ y എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ y സ്ക്വയർ മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു y സ്ക്വയർ മൈനസ് 4y മൈനസ് 1 പ്ലസ് കെ ഈക്വൽ ടു 0. ഐ മീൻ ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ tan സ്ക്വയർ. tan സ്ക്വയറിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ഹാസ് റിയൽ റൂട്ട്. ദാറ്റ് മീൻസ് വാട്ട്? ഇവിടെ a ക്യാപിറ്റൽ A ഇസ് ഈക്വൽ ടു 1 പ്ലസ് കെ and b is equal to minus 4 and c is equal to k minus 1. ഇതാണ് constant part. So real roots ആയതിനെ കൊണ്ട് തന്നെ b square minus 4ac is greater than or equal to 0. Greater than or equal to real distinct and real separate, I mean distinct equal എന്നൊന്നും പറഞ്ഞില്ല, real എന്ന് മാത്രമേ പറഞ്ഞത്. For b square minus 4ac is greater than 0. That means അത് ഉപയോഗിച്ചാൽ കിട്ടാവുന്നല്ലോ. minus 4 whole square minus 4 into 1 plus k into k minus or k plus 1 into k minus 1 മാറ്റി എഴുതാം. minus 4, that is 16 minus 4 into k plus 1 into k minus 1 is greater than or equal to 0. 16 minus 4 into k square minus 1 k square minus 1 is greater than or equal to 0. 4 throughout, dividing by throughout by 4 minus k square minus 1 is greater than or equal to 0, or 4 minus k square plus 1 is greater than 0. 5 minus k square is greater than or equal to 0, or k square is less than or equal to 5. ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് b square minus 4ac ഉപയോഗിച്ചു എന്ന് മാത്രം. ചോദ്യം 15. Question number 15. ABC are real numbers such that a square plus b square plus c square is equal to 1. ab plus bc plus ac. ഇതിൻ്റെ വാല്യൂ ലൈസ് ഇൻ വിച്ച് ഇൻ്റർവൽ? ഇത് 12th സ്റ്റാൻഡേർഡ് വെക്ടേഴ്സിൽ സമാനമായ ചോദ്യങ്ങൾ കാണാം. പ്ലസ് ടു തലത്തിൽ വെക്ടേഴ്സിൽ സമാനമായ ചോദ്യം കണ്ടിട്ടുണ്ടാവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി പ്ലസ് ബി സി പ്ലസ് സി. അവിടെ എ ഡോട്ട് ബി, ബി ഡോട്ട് സി, സി എ ഡോട്ട് സി. അപ്പോൾ നമുക്ക് എ ബി സി ആർ റിയൽ നമ്പേഴ്സ്, എ കോമ ബി കോമ സി ആർ റിയൽ നമ്പേഴ്സ്, ഇമാജിനറി കോംപ്ലക്സ് ഒന്നുമില്ല. വാട്ട് ഇസ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ? ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇത് തന്നെയാണ് അവിടെ വെക്ടേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഇതല്ല ഉപയോഗിക്കുന്നത്, സമാനമായിട്ടുള്ള കോൺസെപ്റ്റ്സ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ടൈംസ് അവിടെ എ ഡോട്ട് ബി, ഇവിടെ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. AC is greater than or equal to 0. That is 1 plus 2 times AB plus BC plus AC is greater than 0. 1 plus 2 times ഇതിനെ capital X എന്ന് വിളിക്കുന്നു, greater than or equal to 0. ആ capital X ചോദിച്ചതിൻ്റെ വാല്യൂ will be greater than or equal to minus 1/2. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ധാരാളം. minus 1/2 to 1, ബാക്കിയുള്ളതൊന്നുമല്ല. minus 1/2 മുതൽക്ക്. സോ ഓപ്ഷൻ സി. ഇനി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന വേറെ മാർഗ്ഗമുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്യാം സമയമുണ്ടെങ്കിൽ. Question number 16. Question number 16. If the roots of the equation x square, roots of the equation x square minus 2ax plus a square plus a minus 3 equal to 0 are real and less than 3. രണ്ട് റൂട്ട്സും ഓക്കെ, തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, രണ്ട് റൂട്ട്സും ഒരു പർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടും ചെറുതാണ്, എമ്മിനെക്കാട്ടും ചെറുതായാൽ എന്തായിരിക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബി മൈനസ് എ, ബി മൈനസ് ബി ബൈ 2a അല്ലേ, ആ വാല്യൂ ഇതിനെക്കാട്ടും ചെറുതായിരിക്കും അല്ലേ. മാത്രവുമല്ല ബി സ്ക്വയർ മൈനസ് 4ac, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. ഇഫ് ബോത്ത് ദ റൂട്ട്സ് ആർ ലെസ് ദാൻ 3, ലെറ്റ് ആൽഫ കോമ ബീറ്റ ബി ദ റൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ, രണ്ടും 3നെക്കാട്ടും, അപ്പം ഇതിൻ്റെ സമ്മ് 3 + 3. ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ലെസ് ദാൻ 6. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ റൂട്ട്സ് ഇസ് ലെസ് ദാൻ 6. -2a
minus by. So 2a is less than 6. a should be less than 3. കിട്ടുമോ? Less than 3. ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇതന്നെ പറ്റില്ല. ഓപ്ഷൻ എ. ആൻസർ ഇസ് എനഫ്. ദാറ്റ്സ് എനഫ്. ഇത് പറ്റില്ല. സാധാരണ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി സോൾവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ അത് വേറെ കാര്യം. സാധാരണ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അപ്രോച്ച് ഒരിക്കലും അത് കംപ്ലീറ്റായി സോൾവ് ചെയ്യാന്നില്ല. ഒരു കൃത്യമായ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ, ഇവിടമായി കൃത്യമായ ഓപ്ഷനിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 4 എണ്ണത്തിന് നമുക്ക് 3 എണ്ണത്തിന് 4 എണ്ണയോ ഏതാ എക്സാമിനനുസരിച്ച് ബാക്കിയുള്ള ഓപ്ഷൻസിന് നമുക്ക് നിരാകരിക്കാൻ സാധിച്ചാൽ നമ്മൾ കഴിഞ്ഞ ആ ചോദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എ ഷുഡ് ബി ലെസ് ദാൻ 3. ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. സോ വാട്ട് ദിസ് ദ ആൻസർ. ഹൗവർ വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കും കൂടി പോകാം. വേണമെങ്കിൽ നിർബന്ധം. വാട്ട് യു നോ അബൌട്ട് f of 3? f of 3, value of the function when x is equal to 3, that will be always positive. f of 3 is greater than 0. f of 3 എന്താ? ഇത് f of x ആണെങ്കിൽ ഇതിനെ ഞാൻ f of x എന്ന് വിളിക്കുന്നു. f of 3 9 minus 6a plus a square plus a minus 3 is greater than 0. a square minus 5a plus 6 is greater than 0. ഇത് a minus 3 into a minus 2 is greater than 0. ഇത് മറ്റൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, മറ്റൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നു. ഇത് ആക്സിസ് എക്സ് അല്ല എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ 2ഉം 3യുമാണ് സൊല്യൂഷൻസ്. ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3ൻ്റെ മുകളിലേക്ക് വരണം, അല്ലേ? 3ന് മുകളിലേക്ക് വരണം. എ ഷുഡ് ബി ഗ്രേറ്റർ, അത് ഇതും കോൺട്രഡിക്റ്റ്. അല്ലെങ്കിൽ എ ഓർ ഒന്നുകിൽ ഇത് പറ്റില്ല, കാരണം ഇത് കോൺട്രഡിക്ടറി ആവും. ഇത് പറ്റില്ല, കോൺട്രഡിക്റ്റിംഗ്. ദെർഫോർ എ ഷുഡ് ബി ലെസ് ദാൻ 2, അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് ലെസ്സാണ്. ഇത് പോസിറ്റീവാണ്, ഈ ഗ്രാഫ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. എക്സ് ആക്സിൻ്റെ മുകളിലാണ്, ഈ ഏരിയ നെഗറ്റീവ്. സോ എ ഷുഡ് ബി ലെസ് ദാൻ 2. അതാണ് കറക്റ്റ് ആൻസർ. അത് നമ്മൾ ഇവിടുന്ന് തന്നെ ഈ കണ്ടീഷൻ ഇല്ലാതെ തന്നെ കിട്ടി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. Question number 17. Question number 17. If p and q are the roots of the quadratic equation x square plus mx plus m square plus a equal to 0, then the value of p square plus p and q roots and so p plus q is equal to minus m. pq is m square plus a. m square plus a. m square plus a. Okay, so p square plus q square, this is same as p square plus q square, p plus q whole square minus 2pq plus pq. So this is p plus q whole square minus pq, that is m square minus m square plus a, that is equal to minus a. 18ാമത്തെ ചോദ്യം. Question 18. Question 18. 18ാമത്തെ ചോദ്യം. If x is real and the expression x square plus 34x minus 71 divided by x square plus 2x minus 7 takes values which do not lie between a and b, അത് ഏത് റേഞ്ചിൽ വരില്ല എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് നേരത്തെ ഇതിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. മുകളിലേക്ക് ടേക്സ് ഡസ് നോട്ട് ലൈ ബിറ്റ്വീൻ. ഇതിൻ്റെ ഇത് റിയൽ ആണെങ്കിൽ, എക്സ് റിയൽ ആണെങ്കിൽ, സോ ഇൻ സച്ച് കേസസ് വി പുട്ട് ഇറ്റ് ആസ് എന്തെങ്കിലും ഒരു വാല്യൂ, മേ ബി ലാംഡ ഓർ വൈ.
So we get x square plus 34x minus 71 is equal to lambda x square plus 2 lambda x minus 7 lambda. X square into 1 minus lambda plus x into 34 minus 2 lambda minus 71 plus 7 lambda equal to 0. That x square into 1 minus lambda plus x into 2 into 17 minus lambda plus 7 lambda minus 71 is equal to 0. That means x, this is a quadratic equation and x is real. That means b square minus 4ac is greater than or equal to 0. b square minus 4ac is greater than or equal to 0. Okay. Okay. b square minus 4ac is less than 0. Greater than should be x is real. Okay. Real does not lie in this region. A greater than. Okay. 2 into 17 minus lambda whole square minus 4 into 1 minus lambda into 7 lambda minus 71 is greater than or equal to 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 4 ഉണ്ട്, ആ 4ഉം ഈ 4ഉം. സോ 17 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ മൈനസ് 1 minus lambda into 7 lambda minus 71 is greater than or equal to 0. So 289 minus 34 lambda plus lambda square minus 7 lambda minus 71 minus 7 lambda square plus 71 lambda is greater than or equal to 0. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 289 മൈനസ് 34 ലാംഡ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 289 പ്ലസ് 71 അപ്പോൾ എത്ര 360 വന്നു. മൈനസ് 34 ലാംഡ പ്ലസ് ഇവിടെ എത്ര വന്നു? ഇവിടെ 78 അപ്പോൾ മൈനസ് 34ഉം 78ഉം 12. സോ 112 മൈനസ് 112 ലാംഡ പ്ലസ് ഇവിടെ ലാംഡ സ്ക്വയർ മൈനസ് പ്ലസ് 8 ലാംഡ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് 8നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ലാംഡ സ്ക്വയർ മൈനസ് 14 ലാംഡ പ്ലസ് 8 ഗോസ് 4 times 45 is greater than or equal to 0. ഈ ക്വാഡ്ര ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? ലാംഡ മൈനസ് 45. സോ 9 ഇൻറ്റു ലാംഡ മൈനസ് 5 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ലാംഡേൻ്റെ കേർവാണ്, എക്സിൻ്റെ വൈൻ്റെ കേർവ് അല്ല വരയ്ക്കുന്നത്. സീറോസ് വിൽ ബി 5 and 9. ഗ്രേറ്റർ ദാൻ 0 റിയൽ ആവണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. നെവർ ലൈ ഇൻ ദിസ് റീജിയൻ. നെവർ ലൈ ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിൽ ഉണ്ടാവില്ല, എക്സിൻ്റെ ഈ റീജിയനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ? നെവർ ലൈസ് ഇൻ നെവർ ലൈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പം ദെൻ ഡു നോട്ട് റിയൽ ആവണമെങ്കിൽ ഇത് 0 ആയിരിക്കണം. ഡു നോട്ട് ലൈ ഇൻ ദിസ് റീജിയൻ. ഏത് റീജിയനിലായിരിക്കണം? എപ്പോഴും 5നെക്കാട്ടും കൂടുതലായിരിക്കണം, 9നെക്കാട്ടും ചെറുതായിരിക്കണം. അപ്പോൾ അങ്ങനെ അതിന് നേരെ വിപരീത ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 19. A, B, C, D are positive real numbers such that A plus B plus C plus D is equal to 2. M is equal to A plus B into C plus D satisfies the relation. ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ സമ്മും പോസിറ്റീവ് എല്ലാം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ സമ്മും
ഇതിനെ ഞാൻ രണ്ടാക്കി ബ്രേക്ക് ചെയ്യുന്നു. സോ ഇത് ആൽഫ ഇത് ബീറ്റ ആക്കി എടുത്തു കഴിഞ്ഞാൽ there is a quadratic equation whose sum of the roots is 2 and the product is what? M. The equation is x square minus 2 into x plus m is equal to 0. X square minus 2x plus m is equal to 0. This A, B, C, D are all positive real numbers. Sum of the sum of the roots positive. All A, B, C, D real. This alpha A and B are real number. Therefore, alpha is real and beta is real. Real roots, and therefore what? B square minus 4AC is greater than or equal to 0. 4 minus 4m is greater than or equal to 0. So what happens? 4 is greater than or equal to 4m. M should be less than or equal to 1. ഇവിടെ തന്നെ കിട്ടി ഗൈസ്. ഓപ്ഷൻ എ. 20ാമത്തെ ചോദ്യം. Question number 20. Question number 20. 20ാമത്തെ ചോദ്യം. If x is a real number and then which of the following is true? X is ഇതേപോലത്തെ question number 18ന്റെ repetition ആണ്. Y is equal to plus 1 divided by 2. അങ്ങനെയാണെങ്കിൽ x square plus 6x plus 1 is equal to 2y, or x square plus 6x plus 1 minus 2y is equal to 0. ഇവിടെ a equal to 1, b is equal to 6 and c is equal to 1 minus 2y. ഇത് x യുടെ ഒരു quadratic equation ആണ്, and it is given that x is real. That means b square minus 4ac is greater than or equal to 0. Substitute ചെയ്യുക, y ന്റെ വാല്യൂവിനെ സോൾവ് ചെയ്യുക. 21ാമത്തെ ചോദ്യം. Question number 21. Okay. If the value of lambda for which the quadratic equation has opposite sign lie in the value of lambda lie in the interval എന്ന ചോദ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുറച്ചൊരു വായിച്ചാൽ മനസ്സിലാവും. ചോദ്യത്തിൻ്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയാണ്, അതായത് find the value of the lambda or the value of the lambda lie in the interval. ഇതാണ് ചോദ്യം. ലാംഡ ഏത് ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കുന്നത്? such that for which the quadratic equation has opposite signs. ഒരു കാര്യം വിട്ടുപോയി. roots of the quadratic equation are the opposite signs. For which the quadratic equation has opposite signs. ചോദ്യത്തിൽ ഒരു വാക്ക് വിട്ടുപോയത് roots are in the opposite sign. അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. Okay. Roots alpha. Okay, then product of the roots are of opposite sign. Roots opposite signs ആണ്. Opposite signs. അങ്ങനെയാണ് product of the roots എന്താ? നെഗറ്റീവ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. Product is negative. That means c by a is less than 0. ഇന്റർവെല്ലിൽ കിട്ടുന്നതിനെ കൊണ്ട് ഒരു ഇൻഇക്വാലിറ്റി കൊണ്ടുവന്നു അവിടെ. c by a lambda square minus 3 lambda plus 2 divided by 3 is less than 0. ഇതേതായാലും പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഇത് തന്നെയാണ്. lambda square minus 3 lambda plus 2 is less than 0. Factorize ചെയ്താൽ 3 lambda minus 2 into lambda minus 1 is less than 0. ഗ്രാഫ് മനസ്സിൽ വരച്ചാൽ മതി. ഇത് 1, ഇത് 2. ഇത് ലെസ് ദാൻ 2 ആവുന്നത്, ലെസ് ദാൻ 0 ആവുന്നത് എപ്പോഴാണ് ഈ ഗ്രാഫ്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദിസ് റേഞ്ച്, താഴത്തേക്ക് വരുന്നത്. So that means, what are the options? 1 to 2 has opposite signs. Then the value of lambda lies between what? 1 less than lambda less than 2, or lambda belongs to an interval 1, 2. അടുത്തത് ചോദ്യം 22. ചോദ്യം 22.
ചോദ്യം 22. If one root of equation is the square of the other, ഒരു റൂട്ട് ആൽഫയും ആൽഫ സ്ക്വയറുമാണ്, ഇത് സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു? ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ, ഓർ ആൽഫ ക്യൂബ് ഇസ് ഈക്വൽ ടു സി ബൈ എ. ഇവിടെ നമുക്ക് വേണ്ടത് എ ക്യൂബും ബി ക്യൂബും സി ക്യൂബുമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എ ക്യൂബും ബി ക്യൂബ്, അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് സ്ക്വയർ ചെയ്തോ അല്ലെങ്കിൽ ക്യൂബ് ചെയ്ത് നോക്കാം. മൈനസ് ബി ബൈ എ ഹോൾ ക്യൂബ്. ദിസ് ഇസ് ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ റേസ് ടു 6 എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab into a plus b is equal to minus b cube by a cube. ആൽഫ ക്യൂബ് ഇവിടെ ഉണ്ട്, സി ബൈ എ കിട്ടി, പ്ലസ് ഇതെന്ന് പറയുന്ന ആൽഫ ക്യൂബ് ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് സി ബൈ എ ഹോൾ സ്ക്വയർ, പ്ലസ് 3 ഇൻറ്റു ആൽഫ ക്യൂബ് സി ബൈ എ ഇൻറ്റു ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്യൂബ് ബൈ എ ക്യൂബ്. എ ക്യൂബ് അല്ലെങ്കിൽ ബി ക്യൂബ് അല്ലെങ്കിൽ സി ക്യൂബ് മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എ ക്യൂബ്. എ ക്യൂബിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ വരുമ്പോൾ എന്താ? സി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എ മൈനസ് എ ക്യൂബ് വരുമ്പോൾ എയും പോകും, 3abc ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്യൂബ്. ഓക്കെ, ബി ക്യൂബ് പ്ലസ് സി എ സ്ക്വയർ പ്ലസ് ac square is equal to 3abc, or b cube plus ac into a plus c is equal to 3abc. Option B. ഇനി അടുത്ത ചോദ്യം 23. If ABC are positive real numbers, then both the roots of this equation a comma b comma c are positive real numbers. Positive real numbers. Then both the roots, real and negative, have negative real part. Roots and x is equal to minus b plus or minus root of b square minus 4ac divided by 2a. ABC positive real ആണ്. ABC പോസിറ്റീവ് ആണ്. then both as real parts. എന്താണ് അതിൻ്റെ ബി സ്ക്വയർ മൈനസ് 4ac പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റിയൽ എന്ന് പറയാം, റിയൽ ആൻഡ് നെഗറ്റീവ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരു കൃത്യതയിലേക്ക് വരാൻ സാധിക്കില്ല. ഈ പാർട്ട് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? സോ ദാറ്റ് മീൻസ് ഹാവ് നെഗറ്റീവ് റിയൽ പാർട്ട്, ഹാസ് ഓൾവേസ് റിയൽ, ഹാവ് നെഗറ്റീവ് റിയൽ പാർട്ട്. അങ്ങനെ ഉറപ്പിച്ചോളണമെന്ന് പറയാൻ പറ്റും. ആ എ ബി സി ആർ റിയൽ പാർട്ട്, എ ബി സി റിയൽ പാർട്ട്, അത് വേണമെങ്കിൽ പറയാൻ പറ്റും. എ സ്ക്വയർ have negative real part. Real part solution ABC are positive real, and then both the roots of the equation. This is minus b plus c എന്നുള്ള രീതിയിൽ പോകും. മൈനസ് ബി പ്ലസ് ദ സി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ പാർട്ട് എന്തായിരിക്കും? മൈനസ് ബി ബൈ 2a ആയി നിൽക്കും രണ്ടും. മറ്റേ പാർട്ടിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം റിയൽ ആവാം, പോസിറ്റീവ് നെഗറ്റീവ് ആവാം, റിയൽ പാർട്ടാവാം. അപ്പോൾ അതിലേറ്റവും സാധ്യതയുള്ള ഒരു ഓപ്ഷൻ തന്നെ ഹാവ് നെഗറ്റീവ് റിയൽ പാർട്ട് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ചോദ്യം 24.